നമസ്കാരം, ഞാൻ ഡോക്ടർ എൽ ടി ലക്ഷ്മി, MD ആൻഡ് CEO, ദേവകി ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക്സ്. ശിരോചർമ്മം പാളികളായി ഇളകി വരുന്ന ഒരു രോഗാവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ താരൻ എന്ന് പറയുന്നത്. ഈ താരൻ മൂലം നമുക്ക് ഉണ്ടാകുന്ന രോഗാവസ്ഥയിൽ വളരെയധികം മാനസിക സംഘർഷം ഉണ്ടാവുകയും അതുപോലെ തന്നെ പരസ്യങ്ങളിൽ കാണുന്ന ഏതൊരു പ്രോഡക്ട്സും വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണക്കാരിലെല്ലാം എപ്പോഴും കൂടുതലായി കണ്ടുവരുന്ന ഒരു ശരിക്കും ഒരു രോഗാവസ്ഥ എന്ന് തന്നെ പറയാം, ഒരു ക്ലിനിക്കൽ കണ്ടീഷനാണ് താരൻ എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ ഇതിനെ ദാരുണകം എന്നാണ് പറയുന്നത്. ആയുർവേദത്തിൽ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കഫവാതങ്ങൾ ഹേതുക്കളായിട്ട് ശിരോചർമ്മം പാളികളായി ഇളകി വരികയും അവിടെ രൂക്ഷതയും ചൊറിച്ചിലും അതുപോലെ ഹെയർ ഫോളും ഉണ്ടാക്കുന്ന ഒരു ക്ലിനിക്കൽ കണ്ടീഷനാണ് താരൻ എന്ന് സംഹിതകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അവസ്ഥയിൽ ശരിക്കും ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ രോഗിക്ക് പല വിധത്തിലുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സിനോട്, അതായത് സോപ്പുകൾ, അതുപോലെ ഷാംപൂ, അങ്ങനെയൊക്കെയുള്ള ഓയിലാണെങ്കിൽ തന്നെ പല വിധത്തിൽ മാർക്കറ്റിൽ കാണുന്ന പലതും വാങ്ങി റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കാരണം കറക്റ്റ് കണ്ടുപിടിച്ച ശേഷം ഒരു ചികിത്സയിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത്. കാര്യം പലപ്പോഴും സ്കാൽപ് സോറിയാസിസ് അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ്, പലതരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ്, ഈവൻ കുട്ടികളുടെ ക്രാഡിൽ ക്യാപ്പ് വരെ ആൾക്കാർ താരനാണെന്ന് പറഞ്ഞ് ചികിത്സിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കുകയും അതിൻ്റെ ചികിത്സ തേടുകയുമാണ് വേണ്ടുന്നത്. ശരിക്കും കാരണങ്ങൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനമായും നമുക്ക് ഡ്രൈനെസ് ഉണ്ടാക്കുന്ന പല സോപ്പുകളോ ഷാമ്പുകളോ എക്സസീവായിട്ട് ഉപയോഗിക്കുക, ചില ഹെയർ കെയർ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത്. ഹെയർ കെയർ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മുടിക്ക് സ്മൂത്ത്നെസ് കൂട്ടുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ പല പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ എക്സസ് ആവുമ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള രോഗാവസ്ഥകളിലേക്ക് അത് കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്. അതുപോലെ ചിലരിൽ ചില ഓയിലുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓയിൽ എക്സസ് ആകുമ്പോഴും താരൻ കാണുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ സ്ട്രെസ്, മാനസിക സംഘർഷമാണ്. മാനസിക സംഘർഷം കൂടുന്നതനുസരിച്ച് നമ്മൾ ഇമ്മ്യൂണോളജിക്കലി വീക്കാകും, നമ്മളെ രോഗാണുക്കൾ ഇൻവൈഡ് ചെയ്യും, അതിലൂടെ നമുക്ക് താരൻ പോലെയുള്ള അവസ്ഥകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഭക്ഷണക്രമം, ഈ ആളിൻ്റെ ഭക്ഷണക്രമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക, അതുപോലെ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുക, അങ്ങനെയൊക്കെ വരുന്നവരിലും താരൻ കൂടുതലായി കാണുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ പുരുഷ ഹോർമോണിന്റെ സ്വാധീനമാണ്. ടെസ്റ്റോസ്റ്റിറോണിന്റെ സ്വാധീനം ഉള്ളവരിൽ, അതായത് പുരുഷന്മാരിലാണ് താരൻ കൂടുതലായി കാണുന്നത്. ചില അഡോളസെന്റ് ഏജിലൊക്കെയുള്ള കുട്ടികളിൽ, ആൺകുട്ടികളിൽ താരൻ കൂടുതലായി കാണുന്നുണ്ട്. അതൊക്കെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ചിലപ്പോൾ സെൽഫ് ലിമിറ്റിങ്ങും ആയിരിക്കും, പ്രത്യേകിച്ച് ചികിത്സകളോ ഒന്നും തന്നെ ഇല്ലാതെ. പക്ഷേ ഈ കോസ്മെറ്റിക് പ്രോഡക്ട്സ് പോലെയുള്ളത് ഒക്കെ എക്സസ് ആയിട്ട് ഉപയോഗിച്ച് വരുന്നവരിൽ പിന്നെ സ്ഥിരമായിട്ട് ഒരു ഡ്രൈനെസ് ഉണ്ടായിട്ട് താരൻ പെർസിസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടുന്നത് അവരവരുടെ പ്രകൃതിക്കൊക്കെ അനുസരിച്ച് കൺസൾട്ട് ചെയ്തതിന് ശേഷം വേണ്ടുന്ന ഓയിൽ ഏതാണെന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുക എന്നുള്ളതാണ്. താരൻ്റെ ചികിത്സ പറയുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടുന്നത് ഇത് താരൻ തന്നെയാണോ എന്നുള്ളത് ആദ്യം ഡിറ്റക്ട് ചെയ്യേണ്ടുന്നതാണ്. ഈ കണ്ടീഷൻ, ക്ലിനിക്കൽ കണ്ടീഷൻ ശരിക്കും ചിലതൊന്നും താരൻ എന്ന് പറഞ്ഞ് നമ്മൾ ചികിത്സിക്കുന്നത് താരനാവണമെന്നില്ല. ലൈക്ക് ഇപ്പോൾ സെബോറിക് ഡെർമറ്റൈറ്റിസിലാണെങ്കിലോ അല്ലെങ്കിൽ സ്കാൽപ് സോറിയാസിസ് ആണ് പ്രധാനമായും താരനാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ ചികിത്സ എടുക്കുകയും പിന്നെ ഒരു കറക്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ആകാത്തത് കൊണ്ട് അത് വഷളാവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് ഈ സ്കാൽപ് സോറിയാസിസ്. അപ്പം അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ആണോ എന്നൊക്കെ ഉള്ളത് കറക്റ്റ് നോക്കിയതിന് ശേഷം മാത്രമേ ഈ താരൻ്റെ ഒരു ചികിത്സയ്ക്കായിട്ട് നമ്മൾ പോകാവൂ. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യം, താരൻ പോലെ ഒരു പ്രസന്റേഷൻ നമ്മുടെ തലയിൽ കണ്ടു തുടങ്ങിയാൽ അപ്പോൾ തന്നെ നമ്മൾ ഒരു ഡോക്ടറെ, ഒരു ക്ലിനീഷ്യനെ കൺസൾട്ട് ചെയ്യേണ്ടുന്നതാണ്. ശേഷം മാത്രം നമ്മുടെ ചികിത്സ ആരംഭിക്കുകയാണ് വേണ്ടുന്നത്. കാരണം സ്വയം ചികിത്സ കൊണ്ട് പലപ്പോഴും ഒരുപാട് അപകടങ്ങൾ വരുത്തുന്ന ഒരു കണ്ടീഷനാണിത്. പലരും മാർക്കറ്റിൽ കാണുന്ന പല വസ്തുക്കളും വാങ്ങി ഉപയോഗിക്കും, അതിലൂടെ കണ്ടീഷൻ വഷളാകും, പിന്നെ ചികിത്സിക്കാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നായി തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു ചികിത്സ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇതിനകത്തൊരു ചികിത്സ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിന് പലതരത്തിലുള്ള ആയുർവേദ വിധി പ്രകാരം നമുക്ക് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിരാവേദം പോലെയുള്ളവ, അത് നമുക്ക് നമ്മുടെ ആ ഏരിയയിലുള്ള എനർജി കൂട്ടുന്നതും അതുപോലെ നമുക്ക് ഇൻഫെക്ഷനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അതുപോലെ തല പൊതിച്ചിൽ, ശിരോധാര,
അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം പറയുന്നുണ്ട്. വളരെ കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ശിരോ അഭ്യംഗമാണ്. അതായത് തലയിൽ അപ്ലൈ ചെയ്യുന്ന ചില തരത്തിലുള്ള എണ്ണകളാണ്. അത് നമ്മുടെ ദുർദുര പത്രാദിയൊക്കെ പോലെയുള്ള എണ്ണകളുണ്ട്, ത്രിഫലാദികേരം, ദുർദുര പത്രാദിയൊക്കെ ഉണ്ട്, ദാരുണക തൈലമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഓരോരുത്തർക്കും ഏതാ വേണ്ടുന്നത് എന്നുള്ളത് നോക്കി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അഭികാമ്യം എന്ന് പറയുന്നത് ഇത് അഭ്യംഗം, ശരിക്കും ശിരോഭ്യംഗം കുറച്ചു നേരം നമ്മൾ തലയിൽ എണ്ണ തേച്ച് നിൽക്കുക എന്നുള്ളതാണ്. അത് തേച്ച് നിന്നതിന് ശേഷം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പൊടികളോ അല്ലെങ്കിൽ താളി പോലെയുള്ള പൊടികളോ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ആയുർവേദ ഷാമ്പുകളോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇൻഫെക്ഷൻ്റെ ആ ഒരു മോഡൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇനി നമുക്ക് ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റിൽ പ്രധാനമായിട്ട് പലപ്പോഴും ചെയ്യേണ്ടി വരുന്നത് ഈ ആൾക്കാരുടെ മാനസിക സംഘർഷം കുറയ്ക്കാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റൈലാണ്. അത് നമുക്ക് യോഗ, മെഡിറ്റേഷൻ മുതലായിട്ടുള്ളവയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് നേരം നമുക്ക് ചില പ്രത്യേക തരം യോഗകളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇമ്മ്യൂണിറ്റിയൊക്കെ കൂട്ടാൻ പറ്റും. അപ്പോൾ അതിലൂടെ ഇത്തരത്തിലൊക്കെയുള്ള ഇൻഫെക്ഷൻസും ചില ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ആണെങ്കിൽ മാറാതെ നിൽക്കുന്നത് പോലും നമുക്ക് ചില യോഗാസിലൂടെയൊക്കെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിലൂടെ നമുക്ക് പരിഹരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള മാനസിക സംഘർഷം ഒഴിവാക്കുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ശിരോധാരയും ഒക്കെ പെടുന്നുണ്ട്. അപ്പോൾ ശിരോധാരയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇത്തരത്തിലൊക്കെയുള്ള ഒരു രോഗാവസ്ഥകൾ തരണം ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത് ഭക്ഷണത്തിലുള്ള ക്രമീകരണമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജങ്ക് ഫുഡ്സ്, അതുപോലെ കൊഴുപ്പ് കൂടിയ ആഹാരങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരിൽ ഈ താരൻ കൂടുതലായിട്ട് കാണുന്നു, ഇൻഫെക്ഷനൊക്കെ കൂടുതലായിട്ട് കാണുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഭക്ഷണ വസ്തുക്കൾ ഒഴിവാക്കുകയും നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ, സിട്രസ് ഫ്രൂട്ടുകൾ, അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഒരു ആരോഗ്യകരമായ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതിലൂടെ ഇത്തരത്തിലൊക്കെയുള്ള അസുഖങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ശരിയായ ഉറക്കം ശീലിക്കേണ്ടുന്നതാണ്. ഇത്തരത്തിലൊക്കെയുള്ള അസുഖങ്ങളുള്ളവർ എപ്പോഴും ഒരു സൗണ്ട് സ്ലീപ്പ് എന്ന് പറയുന്നത് ഇത്തരം ഇൻഫെക്ഷൻസിനെയൊക്കെ പരമാവധി കുറയ്ക്കുന്നതാണ്. മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടുന്നവർക്ക് ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവുകയും അതിലൂടെ എല്ലാ തരത്തിലുള്ള ഇൻഫെക്ഷൻസും ബാക്ടീരിയലോ ഫംഗലോ ഒക്കെ ആണെങ്കിലും നമ്മളെ ഇൻവേഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക കൂടി ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കേണ്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.